ഈ യൂറോപ്യന്മാരെല്ലാം എപ്പോഴും യൂറോപ്പിനെ കുറിച്ച് വലിയ അഭിമാനം കൊള്ളുന്നവരാണ്. മേൽത്തരം ആര്യന്മാരുടെ രക്തത്തിൽ നിന്നുണ്ടായതാണ് തങ്ങളെന്ന് പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഉത്തരേന്ത്യയിൽ വന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ബ്രാഹ്മണന്മാരും അങ്ങ് കോൾമയർ കൊണ്ടിരുന്നു. കോൾമയർ എന്നിട്ട് ആര്യൻ്റെ രക്തമാണ് ബ്രാഹ്മണൻ്റെ രക്തം എന്ന് പറഞ്ഞെടുത്ത് ഇന്ത്യയിൽ വെജിറ്റേറിയനും അങ്ങനെയുള്ള ഭക്ഷണക്രമമൊക്കെ തുടങ്ങുന്നത് ആ ആര്യൻ തിയറിയിൽ നിന്നാണ്. ഏത് യുദ്ധം നടന്നാലും അവരങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ രണ്ട് പൊട്ടന്മാർ നടത്തുന്ന യുദ്ധത്തെ അവർ വ്യത്യസ്തമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്താ പറഞ്ഞതെന്നറിയോ? എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ദി എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന മാസികയുടെ കവർ പേജ് നമ്മുടെ ട്രംപിൻ്റെ തലയിൽ ഒരു ചട്ടി കമഴ്ത്തി കൊടുത്തിട്ട് എഴുതിയേക്കുന്നത് അന്ധമായ രോഷത്തിൻ്റെ ഓപ്പറേഷൻ എന്നാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് ആര് പേരിട്ടത്? ട്രംപും ഇവർ രണ്ടുപേരുടെ പേരിട്ടത്. എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ ഐതിഹാസികമായ രോഷം. ഇതിഹാസതുല്യമായ രോഷം. സഹിക്കാൻ കഴിയാത്ത രോഷം എന്നൊക്കെ പറഞ്ഞാണ് പേരിട്ടത്. പക്ഷേ സംഗതി ഇറങ്ങിക്കഴിഞ്ഞ് അടിയും കൊണ്ട് പുളിയും കുടിച്ച് നിക്കറും കീറിക്കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പറേഷൻ ബ്ലൈൻഡ് ഫ്യൂറിയാണ് എന്നാണ് എക്കണോമിസ്റ്റ് എഴുതുന്നത്. അതായത് ഒരു കാര്യവും കണക്ക് കൂട്ടാതെ, ഒരു കാര്യവും ചിന്തിക്കാതെ, വരും വരായികളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഒരു യുദ്ധവെറിയനും മറ്റൊരു മണ്ടനും കൂടി ചേർന്ന് നടത്തിയ യുദ്ധമാണ്. വേറൊരു രാജ്യത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ, അവിടെ അവർക്കിഷ്ടപ്പെടുന്ന ഒരു പാവഭരണത്തെ കൊണ്ടുവരാൻ. അതിന് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം ചെയ്തത് ഈ 160 കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ അങ്ങ് ബോംബിടുകയായിരുന്നു. സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പടച്ചതമ്പുരാൻ ചില ഉത്തരങ്ങൾക്ക്, ചില പരിഹാരങ്ങൾക്ക്, ചില കുർബാനുകൾ, ചില ബലി പോലെ സ്വീകരിക്കാറുണ്ട്. കുർബാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിന് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ചിലത് സ്വീകരിക്കാറുണ്ട്. ഈ 160 കുഞ്ഞുങ്ങളെ യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ കുർബാനായി സ്വീകരിച്ചതാണോ എന്ന് ഞാൻ ഇടയ്ക്ക് സംശയിക്കും. എന്താണെന്നറിയോ? ആ കുഞ്ഞുങ്ങളുടെ മരണമാണ് ഇറാൻ ജനതയെ ഒന്നിപ്പിച്ചത്. ഒരുപക്ഷേ അവിടെ ഭരണകൂടത്തിൻ്റെ ചില കാർക്കശ്യങ്ങൾക്ക് നടുവിൽ ജനങ്ങൾക്ക് ചില സ്വാതന്ത്ര്യം വേണമെന്നുള്ള അവിടെയായുള്ള പോരാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഈ മല്ലനും മാധേവനും അവിടെ ഇറങ്ങിയത്. ഓപ്പറേഷൻ ബ്ലൈൻഡ് ഫ്യൂറി ആയിട്ട് ഒരു രാജ്യത്തിന് മേൽ വേറൊരു രാജ്യം നടത്തുന്ന ആക്രമണത്തിനെയാണ് ഈ ബ്ലൈൻഡ് ഫ്യൂറി എന്ന് പറയുന്നത്. ആ ബ്ലൈൻഡ് ഫ്യൂറിയാണ് ഇപ്പോൾ എക്കണോമിസ്റ്റ് വലിച്ചു കീറിയിരിക്കുന്നത് കവർ പേജ് സഹിതം വെച്ച്. ഇവർ രണ്ടുപേരൂടെ പറയുന്നത് എപ്പിക് ഫ്യൂറി എന്നാണ്. ഐതിഹാസികമായ ഒരു ഐതിഹാസികവുമില്ല. പൊട്ടൻ പുട്ടു വിഴുങ്ങിയതുപോലെ പോയി ചെന്ന് അടിയും വാങ്ങിച്ച് പുളിയും കുടിച്ചിനി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ നിൽക്കുക. ഞങ്ങൾ അവിടെ അടിക്കൂല, ഇവിടെ തൊടൂല, ഇനി മേലാ തൊടൂല, അറിയാതെ തൊട്ടതാണ് എന്നൊന്നും യുദ്ധത്തിൽ പറയാറില്ല. എത്രയോ ആശുപത്രികൾക്ക് ബോംബിട്ട് തകർത്തിട്ട് ഫലസ്തീനിലെ ഈ പറയുന്ന കൂട്ടക്കൊലയ്ക്ക് ഇയാൾ പറഞ്ഞോ, ഈ നെതന്യാഹു അബദ്ധത്തിൽ പറ്റിയതാണ്, തെറ്റ് പറ്റിയതാണ്, അറിഞ്ഞുകൊണ്ട് പറ്റിയതല്ല, ഇനി ആശുപത്രിയിൽ അടിക്കില്ല എന്ന് പറഞ്ഞില്ല ഈ യുദ്ധക്കൊതിയൻ, ഈ ചോരകുടിയൻ പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താ? അടിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും അടിച്ചു. ആ അടിയിലാണ് അടിപെട്ടു പോയത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഓപ്പറേഷൻ ബ്ലൈൻഡ് ഫ്യൂറി ആയത്.